ഹായ് ഹലോ നമസ്കാരം. മല്ലു മലയാളി കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബട്ടർ പുഡിംഗ് ആണ്. അടിപൊളി നല്ല ടേസ്റ്റുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് എന്ത് തന്നെ ആണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ ചൈന ഗ്രാസ് എടുത്തിരിക്കണം. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലെ കടകളിൽ കിട്ടുന്ന ചൈന ഗ്രാസാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനൊന്ന് കുതിർക്കാൻ വെക്കാനുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനൊന്ന് കുതിർക്കാൻ വെക്കാൻ പോകണം. ഓക്കെ, അത് മുങ്ങുന്ന ഭാഗത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് നല്ലപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും മതി. നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാനൊരു ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് അതെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് നേരത്തെ ഒഴിച്ച് വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കണ്ടോ, നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ആ പാലിലേക്ക് തന്നെ അതൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ ഇവിടെ 10 ഗ്രാമിൻ്റെ അമൂലിൻ്റെ ബട്ടർ എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു 6 ക്യൂബ്സാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇത്രയും നേരം അടുപ്പ് കത്തിച്ചിട്ടില്ല. ഇനി ഞാൻ ഇതവിടെ സ്റ്റൗവിലേക്ക് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ചൈന ഗ്രാസും ബട്ടറൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റായി വരട്ടെ. അതുവരയ്ക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇതാണല്ലോ ഏകദേശം മെൽറ്റായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതി. ഇതിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യമായ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ഒന്ന് കുറുകി വരും. നമ്മൾ ഈ കസ്റ്റർഡ് പൗഡറൊക്കെ ഇട്ടതുകൊണ്ട് പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ നിങ്ങൾ കൈയെടുക്കാതെ പതുക്കെ എന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇതാണ്ടോ അത്യാവശ്യം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ലെവലിൽ വരുന്ന രീതിക്ക് നല്ലപോലെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 5 ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കൈ കൊണ്ടൊന്ന് പിച്ചി പറിച്ചിടാം. ഓക്കെ, ഇതാ ഇവിടെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ ബ്രെഡും പാലൊക്കെ ഒന്ന് സെറ്റായിട്ട് വരട്ടെ. നല്ലപോലെ കുറുകി ലെവലാകേണ്ട വരയ്ക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതുകൊണ്ടോ ഇപ്പോൾ തന്നെ ഏറെക്കുറെ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് ഏകദേശം ഒന്ന് ആറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊന്ന് ഒഴിച്ച് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചിട്ട് വരാം. ഓക്കെ, ഇതാണോ അരച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിവിടെ സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പുഡിംഗ് ട്രേ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ പ്ലേറ്റ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ല പറഞ്ഞു വെച്ചാൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി കുറച്ച് നട്ട്സും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 3-4 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റായിട്ട് വരും. ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഇതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കൊക്കോ പൗഡറാണ്. അത് നമുക്കൊന്ന് മേലെ ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കാം. നിങ്ങളുടെ കൊക്കോ പൗഡർ ഇല്ല നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് ആണെന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് അതിട്ട് കൊടുക്കാവുന്നതാണ്. ഞങ്ങളുടെ കൊക്കോ പൗഡർ ഉള്ളതുകൊണ്ട് ഒരു ഭംഗിക്കും ടേസ്റ്റിനും കൂടിയിട്ട് ഞാനതിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, തികച്ച ഓപ്ഷനാണ്. ഇനി ഞാൻ ചോക്ലേറ്റ് സിറപ്പാണ്. അത് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിതെല്ലാം ഒരു ഭംഗിക്കും പിന്നെ കഴിക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവും. നമ്മൾ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ നല്ല ഇഷ്ടമാവും ഇത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്കില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്കിത് ഏത് രീതിയിലേക്ക് വേണമെങ്കിൽ കട്ട് ചെയ്താൽ ഞാനിപ്പോൾ അത് സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ പുഡിംഗ് ഇവിടെ നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ലെവലിൽ വന്നിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും ഒന്നും കൂടി ചോക്ലേറ്റ് സിറപ്പൊന്ന് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇനി ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകണം. ഇത് കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ബട്ടർ പുഡിംഗ് അടിപൊളിയായിട്ടുണ്ട്. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോണേ. പൊളിയായിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ നേരത്തെ പോലെ തന്നെ എന്ത് തന്നെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് വിരുന്നുകാരെയും നമ്മളെ വീട്ടിലുള്ളവരെയും എല്ലാവരും ഞെട്ടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്യുക. എന്നെ നല്ലപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്